ക്രിസ്മസ് എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, മണി മാത്ത് പണക്കണക്കുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയായിരിക്കും, എത്ര ശതമാനം, കാൽക്കുലേറ്റ് ദ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ആദ്യം ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്നത് പെർസെന്റേജ് തരും, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്, എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പക്ഷേ അവസാനത്തെ നമ്മൾ പഠിച്ചു എത്ര ശതമാനം കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ നിങ്ങളൊരു സാരി വാങ്ങുവാണ്, 750 രൂപയുടെ സാരി, 150 രൂപ കുറച്ച് തന്നു, ഷോപ്പിൽ നിന്ന് 150 രൂപ കുറച്ച് തന്നു. അപ്പൊ എത്ര ശതമാനമാണ് നിങ്ങൾക്ക് കുറച്ച് തന്നത്? ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. എത്ര ശതമാനം, വാട്ട് പെർസെന്റേജ് കാണാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എത്ര രൂപയാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയത് അത് എഴുതുക. ഓക്കെ, ഡിവൈഡഡ് ബൈ എത്രയാണോ ഒറിജിനൽ പ്രൈസ് അത് എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. ഇത്രയും ചെയ്താൽ ആൻസർ ആയി. എത്ര രൂപയാണോ ഇൻട്രസ്റ്റ് അത് എഴുതുക, ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് എത്രയാണോ ശരിക്കുള്ള പൈസ അത് എഴുതുക, ഇൻറ്റു 100. ഇവിടെ ഈ സീറോയും പോയി, ബാക്കി എന്താണ്, 1500 എന്ന് വരും. 150 × 10 1500 ഡിവൈഡഡ് ബൈ 75. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും, 20%. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് പെർസെന്റേജ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക ഇൻട്രസ്റ്റ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും. എന്ത് തന്നെ വന്നാലും ഇങ്ങനെയായിരിക്കും വരിക. ഇൻട്രസ്റ്റ് പെർസെന്റേജ് ആണെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ, എത്രയാണോ പലിശ അത് ഇവിടെ എഴുതുക, എത്രയാണോ ലോൺ എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് അത് താഴെ എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ഇത്ര അടിപൊളിയായിട്ട് ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്റർ എന്നല്ല എല്ലാ ചാപ്റ്ററും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് വജ്ര ബാച്ച് ഉള്ളത്. ഇപ്പൊ എൻഡ് ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്, എൻഡ് ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ആദ്യം മുതലേ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് സെറ്റ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. വേഗം തന്നെ ജോയിൻ ചെയ്യാം.